പ്രിയേ, ഒന്ന് മാറിക്കേ. ദേ, ഇതിന്റെ അളവ് കുറച്ചുകൂടി വേണം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. 3 എഗ് വൈറ്റ് കൂടി ചേർത്ത് ഹീറ്റ് ചെയ്തെടുത്താൽ നന്നായി സോഫ്റ്റ് ആവും. കേക്ക് കഴിക്കുന്നവർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. മനസ്സിലായോ? മനസ്സിലായി ചേട്ടാ. പക്ഷെ ഞാനിങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് ഇതുവരെ കേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. യൂട്യൂബ് നോക്കിയാ റെസിപ്പീസ് പഠിച്ചതും കേക്ക് ഉണ്ടാക്കിയതും. പക്ഷെ കഴിച്ചവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാ അന്ന് ഇവിടുത്തെ ബർത്ത്ഡേ ഫംഗ്ഷന്റെ ഓർഡർ എനിക്ക് തന്നെ കിട്ടിയത്. ആ കേക്കിന്റെ രുചി ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അന്ന് കേക്കും കൊണ്ട് വന്ന ആള് ഇപ്പൊ ഈ അമരാവതിയുടെ മരുമകളാ, മിസ്സസ് ഹിറ്റ്ലർ. അല്ലേ ഏട്ടാ? ഓ, അത് ശരി. അപ്പൊ നീയും എന്നെ കളിയാക്കാൻ തുടങ്ങിയോ? അയ്യോ, കളിയാക്കിയതല്ല ഏട്ടാ, പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയതാ. അത് സാരമില്ല. നിന്റെ ചേച്ചി എന്നെ എപ്പോഴും ഹിറ്റ്ലർ എന്ന് വിളിച്ച് എനിക്കിപ്പോ അത് ശീലമായി. പ്രിയ, ഇതിൽ ഓയിലാണോ യൂസ് ചെയ്യുന്നത്? അതെ. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഓയിൽ യൂസ് ചെയ്യുന്നതിന് പകരം അൺസോൾട്ടഡ് ബട്ടർ യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. താങ്ക് യു ഏട്ടാ. വെൽക്കം. എനിക്കിപ്പോ എന്ത് സന്തോഷാണെന്നറിയോ? എന്തിന്? ഏട്ടൻ ഇങ്ങനെ ഇവിടെ എന്റെ അടുത്ത് നിന്ന് കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരുമ്പോ സത്യത്തിൽ ഞാനൊരു അനിയത്തിയായി പോകുന്നുണ്ട്. ഞാൻ വല്ലാതെ സെക്യൂർഡ് ആണെന്ന് തോന്നുക. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സുരക്ഷിതത്വം. ജന്മം കൊണ്ട് മാത്രമല്ല, കർമ്മം കൊണ്ടും ബന്ധങ്ങളുണ്ടാവും. നിന്റെ പ്രായത്തിലുള്ള എനിക്ക് പരിചയമുള്ള എല്ലാ പെൺകുട്ടികളും എന്റെ അനിയത്തിമാരാ. അപ്പൊ ശരി, കേക്ക് മേക്കിംഗ് നടക്കട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ഓക്കേ ഏട്ടാ. സത്യസന്ധതയും നന്മയും ഇവര് മുതലെടുക്കുന്നത് കൊണ്ടില്ലേ? പെണ്ണിന്റെ ഒരു അഹങ്കാരം. എത്ര ഫ്രീ ആയിട്ട് അവള് DKയോട് സംസാരിക്കുന്നത്, ചിരിച്ചും കൊഞ്ചിക്കൊഴഞ്ഞും. കൊണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. എല്ലാവരും കൂടി വന്ന് കേറി ഇപ്പൊ ഈ വീടൊരു സത്രം പോലെയായി. ഇങ്ങനെ പോയാ ആ ജ്യോതിയെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും. എന്തെങ്കിലും ചെയ്യണം മായിച്ചി, അല്ലെങ്കിൽ ഭാവിയിൽ അവളുടെ വീട്ടിലെ ആളുകളെല്ലാം ഇവിടെ സെറ്റിലാവും. അതോടെ നമ്മൾ പുറത്താവുകയും ചെയ്യും. എടുത്തു ചാടി നമ്മളൊന്നും ചെയ്യാൻ പാടില്ലെന്ന് അറിയില്ലേ ചിത്രേ? നീ ആഗ്രഹിക്കും പോലെ എല്ലാം സംഭവിക്കും ഇന്ന് രാത്രി തന്നെ. പക്ഷെ അതിനുള്ള മുഹൂർത്തം വരണം. അതിനിനിയും സമയമുണ്ട്. ഇന്ന് അവരുടെ വീട്ടിലെ എല്ലാ ആളുകളും ഇവിടെയുണ്ട്. അച്ഛനും അമ്മയും അനിയത്തിയും എല്ലാം. പക്ഷേ അവരിവിടുന്ന് തിരിച്ചു പോകുന്നത് ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല എന്ന തീരുമാനത്തോടെയായിരിക്കും. അത്രയധികം വേദനയോ അപമാനോ അനുഭവിപ്പിച്ചിട്ടേ ഈ മായ അവരെ ഇവിടുന്ന് വിടും. അത് മാത്രവുമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എന്താ മായിച്ചി, സന്തോഷിക്കാൻ വകയുള്ള വല്ല കാര്യമാണോ? ഇത് സന്തോഷത്തിന്റെ ഇരട്ടി മധുരം തന്നെയാ. അവരെല്ലാം ഇന്ന് ഈ വീട്ടിൽ നിന്ന് തിരികെ പോകുമ്പോ അവരുടെ കൂടെ ആ ബേക്കറിക്കാരിയും ഉണ്ടാവും. പിന്നീട് ഒരിക്കലും നമ്മുടെ അമ്മായിയമ്മ DKയുടെ ഭാര്യയായി അവൾ ഈ അമരാവതിയിലേക്ക് മടങ്ങി വരില്ല. എന്റെ പൊന്നു മായേച്ചി, എനിക്കിത് കേട്ടിട്ട് എന്നെ കുളിര് കോരുന്നു. സൂപ്പർ. അല്ല, ഈ ബുദ്ധിയെല്ലാം കൂടി മായേച്ചിയുടെ തലയിൽ ഇത് എവിടെ ഇരിക്കുന്നു എന്നാ എന്റെ സംശയം.
ഇത് എവിടുന്ന് വന്നു മായച്ചി? ആരാ ഇവരെ വിളിച്ചത്? ഞാൻ തന്നെ ഇവരെ വിളിച്ചത്. ഏ, എന്തിന്? ഓ, എനിക്കിങ്ങനെ പിരിപിരി തോടുന്ന പിള്ളേരെ കാണുന്നത് ഇഷ്ടമല്ല. ഛെ. ദേ, കണ്ടില്ലേ ചെക്കന്റെ പണി? ഇന്ന് ഈ പിള്ളേർ ഇവിടെ മുഴുവൻ നശിപ്പിക്കും. ഛെ. കുട്ടികൾ ആഘോഷിക്കട്ടെടി. ഇതൊക്കെ അവര് നമുക്ക് വേണ്ടി ചെയ്യുന്ന മുന്നൊരുക്കങ്ങളാ. ഏ, മുന്നൊരുക്കങ്ങളോ? അതെ, നമ്മള് പ്ലാൻ ചെയ്ത ഫാൻസി ഡ്രസ് നടപ്പാക്കാൻ പോകുന്നത് ഇവരെ ഉപയോഗിച്ചിട്ടാ. അയ്യോ, ആണോ? എന്നാ പിന്നെ അക്കാര്യം നേരത്തെ പറയണ്ടേ? മക്കളെ, നിങ്ങൾ എത്ര വേണമെങ്കിലും കളിച്ചോ, ചാടി കളിച്ചോ. എത്ര നല്ല കുട്ടികളാ. എന്റെ ഈശ്വര, ഇയാളിത് നിർത്തുന്ന ലക്ഷണമൊന്നും ഇല്ലല്ലോ. ഇയാൾക്ക് CBI അല്ല ജോലി കിട്ടേണ്ടിയിരുന്നത്, നരകത്തിലായിരുന്നു. നരകത്തിലും. ഹലോ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആ ലോക്കർ അത് വേണോ എനിക്ക്? ആ ഹിറ്റ്ലർ ഇപ്പൊ അത് എവിടെയോ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് നീ കണ്ടുപിടിക്കണം. എന്നെ കൊണ്ടിപ്പം നടക്കില്ല. അതെന്താ നടക്കാത്തത്? എന്നെ നിഷേധിക്കാനാണോ നിന്റെ ഭാവം? അയ്യോ, ഞാനൊന്നും നിഷേധിക്കുന്നില്ലേ. പക്ഷെ DK ആ ലോക്കർ ഇപ്പൊ സ്വന്തം കസ്റ്റഡി തന്നെ വച്ചിരിക്കുവോ. വേണമെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ട് പോയത് എടുത്തോ. ഞാൻ വരും. ഈ ന്യൂ ഇയർ രാത്രിയിൽ ഞാൻ അമരാവതിയിലെത്തും. ആ ലോക്കർ ഇന്ന് രാത്രി തന്നെ ഞാൻ അവിടുന്ന് കടത്തിയിരിക്കും. പക്ഷേ നിന്റെ അച്ഛൻ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾക്ക് നീ മാത്രമായിരിക്കും ഉത്തരവാദി. ആ രംഗരാജൻ ചെട്ടിയാർ അവസരം നോക്കി കാത്തിരിക്കുകയാണെന്ന് മറക്കരുത്. താൻ എന്തെങ്കിലുമൊക്കെ കാണിക്കും. പക്ഷെ ഒരു കാര്യം, താൻ കാരണം എന്റെ അച്ഛൻ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായ പിന്നെ താനും അനുഭവിക്കും. ഓർത്തോ? നീ എന്താ എന്നെ തിരിച്ച് ഭീഷണിപ്പെടുത്താൻ നോക്കുന്നോ? എന്തായാലും ഇന്നത്തെ അമരാവതിയിലെ ആഘോഷത്തിന് ഞാനും ഉണ്ടാവും, ഉറപ്പ്. ഹലോ ഹലോ. ഈ ന്യൂ ഇയർ രാത്രിയിൽ ഞാൻ അമരാവതിയിലെത്തും. ആ ലോക്കർ ഇന്ന് രാത്രി തന്നെ ഞാൻ അവിടുന്ന് കടത്തിയിരിക്കും. ബേട്ടി എല്ലാം ഓക്കെ അല്ലേ? ആണമ്മേ. അമ്മയുടെ മരുമക്കളല്ലേ എല്ലാത്തിനും ചുമതലക്കാർ. അതാ എന്റെ പേടി.
മോളെ പ്രിയെ കണ്ടില്ലല്ലോ. അവള് സൂര്യയുടെ മുറിയിൽ അച്ഛാ ഇപ്പൊ വരും. അല്ല, ആ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? രക്ഷപ്പെടാൻ വല്ല ചാൻസും ഉണ്ടോ? നോ ചാൻസ്. അവൾ ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല. ന്യൂ ഇയർ രാത്രി എല്ലാവരും ആഘോഷത്തിൽ മുങ്ങി നിൽക്കുമ്പോ ഞാൻ അവളെ കൊല്ലും. എന്നിട്ട് അതൊരു സാധാരണ മരണമാക്കി മാറ്റും. ഒറ്റയ്ക്ക് മാറി നിന്ന് എന്ത് ദുഷ്ടതയാ നീ പിറുപിറുക്കുന്നത്? സൂര്യ എങ്ങനെ ഇല്ലാതാക്കാന്നാണോ? യോ, എന്തൊരു ക്രൂരത നിങ്ങളീ പറയുന്നു. എന്താ ഡീക്കെ, ഞാൻ അവളുടെ ഭർത്താവല്ലേ? എത്ര നിറം മാറ്റിയാലും ഒരു മഴ പെയ്താൽ കുറുക്കന്റെ നിറം മാറും. അവസരം കിട്ടുമ്പോ അത് ശത്രുവിന് മേൽ ചാടി വീഴുകയും ചെയ്യും. നിന്റെ മനസ്സിലിരിപ്പ് ഇവിടെ ഇറക്കാൻ ശ്രമിക്കരുത്, മനസ്സിലായോ? പെരുമഴയത്ത് അവിനാശ് കുട പിടിച്ചിട്ടില്ല, പിന്നെ ഈ ചാറ്റൽ മഴയത്ത് DK എല്ലാവരുടെ അധികാരി ഇയാളാണെന്ന ഭാവം. പക്ഷേ ഈ രാത്രിയുടെ അധികാരി ഞാനാണ് DK. ഈ വീട്ടിൽ ഇന്ന് സൂര്യയുടെ കൊലപാതകം അല്ല, മരണം സംഭവിച്ചിരിക്കും. അത് തടയാനൊന്നും തനിക്ക് സാധിക്കില്ലടോ DK. താൻ നോക്കിക്കോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇതുപോലൊരു മാസ്ക് കൊണ്ട് നിങ്ങൾ എൻ്റെ ജീവിതം ഇരുട്ടിലാക്കി DK. എൻ്റെ അനിയത്തിയുടെ ജീവൻ മുന്നിൽ നിർത്തി നിങ്ങൾ എൻ്റെ ജീവിതത്തിന് വിലപേശി. ഒരു കൊല്ലം നിങ്ങളുടെ അടിമയെ പോലെ ഞാൻ ഈ വീട്ടിൽ ജീവിച്ചു. ഇന്ന് ഞാൻ എല്ലാം മതിയാക്കുക.
അമരാവതിയിൽ എന്റെ അവസാനത്തെ രാത്രിയായത്. ഒരു മാസ്ക് കൊണ്ട് നിങ്ങൾ മറച്ചു വെച്ചതൊക്കെ ഈ മാസ്ക് കൊണ്ട് ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും, മിസ്റ്റർ ഹിറ്റ്ലർ. മായേ, ഗിഫ്റ്റ് ബോക്സ് ഒക്കെ എവിടെ? അതൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്ക്. എല്ലാവർക്കും ഉള്ളതുണ്ടല്ലോ അല്ലേ? അതൊന്നും പേടിക്കണ്ട, എല്ലാവർക്കും ഉണ്ട്. പാർട്ടി അറേഞ്ച് ചെയ്യുന്ന കാര്യത്തിലെ മായച്ചേ വെല്ലാൻ ആർക്കും പറ്റില്ല. എന്തിനാ പെണ്ണിനോട് ഇത്രയ്ക്ക് അടുപ്പം കാണിക്കുന്നത്? കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു, ന്യൂ ഇയർ കേക്ക് സെറ്റ് ചെയ്യുന്നു. ഇത് പണിയാവോ മായച്ചി? ജ്യോതിയുടെ കുടുംബം മുഴുവൻ നാണം കെട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ എന്റെ പേര് മായെന്നല്ല. നോക്ക്. മായച്ചി, ദേ നോക്ക്. ഇതെന്താ മായച്ചി? ഇവള് നമ്മളറിയാതെ വേറെ വല്ല ഫാൻസി ഡ്രസ്സും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇത് ജ്യോതിയല്ലേ? എന്താ ഇത്? ഈ മാസ്ക് കച്ചവടക്കാരി ആരാണ് ഇങ്ങോട്ട് കയറ്റി വിട്ടത്? ഹലോ ചേട്ടാ, ഇത് ഞാൻ തന്നെയാ, ജ്യോതി. ഈ മാസ്കുകളൊന്നും കച്ചവടം ചെയ്യാനുള്ളതും അല്ല. പിന്നെ എന്തിനാ ഇത്? കഴുത്തി കെട്ടിത്തൂക്കിയിട്ട് നടക്കാനാണോ? അതൊക്കെ ഞാനേ പിന്നെ പറയാം. എന്നാ പിന്നെ മായ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് മതി നീ ഈ ന്യൂ ഇയർ പാർട്ടിയിൽ പങ്കെടുക്കുന്നത്. ബേട്ടാ, ജ്യോതി പറയട്ടെ, എന്തെങ്കിലും ഗെയിം അവളും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ മോളെ? അതെ അമ്മ, ഇവരെല്ലാം കൂടി ചേർന്ന് ഫാൻസി ഡ്രസ് അല്ലേ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാനും ഒരു ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കൊള്ളാലോ. ബോലോ ബേട്ടി, ബോലോ. അയ്യോ, തരാം മക്കളെ, തരാം, എല്ലാവർക്കും തരാം. ഹലോ 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 ഹലോ, എന്താ നിന്റെ ഗെയിം പ്ലാൻ? ഒരു മിനിറ്റ്, ഒന്ന് വന്നേ. ചെല്ലു മോനെ. ഒരു മിനിറ്റ്, ഒന്ന് വാ. എന്താ